ഞാനിവിടെ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഉമ്മച്ചി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ എന്നെ ഏൽപ്പിക്കും കേട്ടോ. അത് ഉമ്മച്ചിക്ക് ഉണ്ടാക്കാൻ അറിയാത്തോണ്ടോ അല്ലെങ്കിൽ എൻ്റെത് ഭയങ്കര ടേസ്റ്റ് ആയിട്ടൊന്നുമല്ല, എന്നെ കാണുമ്പോൾ ചെറിയൊരു മടി അത്രേ ഉള്ളൂ. അങ്ങനെ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയാൽ ഐസും വരും സഹായിക്കാൻ. അപ്പം ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാസ്തയാണ് കേട്ടോ. അതവിടെ ആവുന്ന സമയം കൊണ്ട് അതിക്ക് വേണ്ട മസാല ഉണ്ടാക്കാം. അതിന് നമുക്ക് വീട്ടിലുള്ള എന്ത് പച്ചക്കറി എടുക്കാം, പിന്നെ അതിലേക്ക് വേണ്ട മസാലകളൊക്കെ ഇടാം. ഇവിടെ എല്ലാവർക്കും മസാല ഇട്ട വൈറ്റ് സോസ് പാസ്തയാണ് ഇഷ്ടം. അപ്പം ഞാൻ ആ രീതിക്കാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ മസാല ഒക്കെ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ അതിക്ക് വേണ്ട സോസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ബട്ടറിൽ കുറച്ച് ഗാർലിക്കും മൈദയും നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് കുറച്ച് പാലൊഴിക്കുക. പാലൊരു ക്രീം രൂപത്തിലായി കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലകളൊക്കെ അയക്കിടുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെയും മസാലകളൊക്കെ ചേർക്കാം. ഇവിടെ ഞാൻ ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ആ പാസ്ത അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. പിന്നെ വേണമെങ്കിൽ കുറച്ച് ചപ്പ് ഇടുക. എന്നിട്ട് പ്ലേറ്റിലാക്കി കഴിക്കുക. ഞാനങ്ങനെ പ്രത്യേകിച്ചൊരു റെസിപ്പി ഒന്നും ഫോളോ ചെയ്യുന്ന ആളല്ല, എന്നാലും സംഭവം വലിയ കുഴപ്പമില്ലേനു.